സൊമാലിലാൻഡിനെ മറ്റൊരു രാജ്യമായി അംഗീകരിക്കാൻ തീരുമാനിച്ചുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗിക ചർച്ചകൾ നടത്തിയെന്നുമുള്ള വാർത്ത നിഷേധിച്ച് ഇന്ത്യ. പ്രചരിക്കുന്നത് വ്യാജ വാർത്തയാണ് എന്നും അത്തരത്തിലുള്ള യാതൊരുവിധ ചർച്ചകളും ഇതേവരെ നടത്തിയിട്ടില്ല എന്നും അറിയിച്ചിരിക്കുകയാണ് ഇന്ത്യ. സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴിയാണ് ഇത്തരത്തിൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ദിവസങ്ങൾക്ക് മുൻപ് ഇസ്രായേൽ ആകട്ടെ സൊമാലിലാൻഡിനെ മറ്റൊരു രാഷ്ട്രമായി അംഗീകരിക്കുകയാണ് ഉണ്ടായത്. ഈ അവകാശവാദങ്ങൾക്ക് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയമാണ് ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത്. പൊതുജനങ്ങൾ ഇത്തരത്തിൽ തെറ്റായ വാർത്തകൾ അവിടെ നൽകുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിൽ തെറ്റായ വാർത്തകളിൽ നിന്നും വിട്ടു നിൽക്കുവാനും ജാഗ്രത പാലിക്കുവാനുമാണ് ഇപ്പോൾ ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയത്. വ്യാജ വാർത്താ മുന്നറിയിപ്പ്: താഴെയുള്ള പോസ്റ്റുകൾ വ്യാജമാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ വ്യാജ വാർത്തകൾക്കെതിരെ ജാഗ്രത പാലിക്കുക എന്നതാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം എക്സിൽ കുറിച്ചിരിക്കുന്നത്. തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിലുകളുടെ ആ ഒരു രീതി അതിനെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് പങ്കിട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഇവർ പങ്കുവച്ച അല്ലെങ്കിൽ ഇത്തരത്തിൽ പോസ്റ്റുകൾ ഇട്ട പേജുകളുടെ സ്ക്രീൻഷോട്ടുകൾ അടക്കം വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ടിട്ടുണ്ട്. ME24 മിഡിൽ ഈസ്റ്റ് 24 എന്ന അക്കൗണ്ട് ഈ പോസ്റ്റ് പങ്കിട്ടിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൊമാലിലാൻഡ് പ്രസിഡന്റായ അഹമ്മദ് റഹ്മാൻ മുഹമ്മദ് അബ്ദുല്ലാഹിനിയുമായി തന്നെ ഔപചാരിക ചർച്ചകൾ നടത്തിയെന്നും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായി തന്നെ സൊമാലിലാൻഡിനെ അംഗീകരിക്കുന്നത് അത് അസാധ്യമാണ് എന്നും ഈ അക്കൗണ്ട് അവകാശപ്പെടുന്നു. അംഗീകാര നീക്കവുമായി ബന്ധപ്പെട്ട് തന്നെ സൊമാലിയ ഇന്ത്യയിലെ അംബാസഡർ തിരിച്ചു വിളിച്ചുവെന്ന റിപ്പോർട്ടുകളും MEA ഫാക്ട് ചെക്ക് തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ ഉള്ളടക്കം തെറ്റാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ഇന്ത്യയും സൊമാലിലാൻഡും തമ്മിലുള്ള ഔദ്യോഗിക അത്തരത്തിൽ ആ തലത്തിലുള്ള ഇടപെടലിനെ തെറ്റായി തന്നെ ചിത്രീകരിക്കുന്ന ദൃശ്യങ്ങളടക്കം അല്ലെങ്കിൽ ദൃശ്യങ്ങളും അടിക്കുറിപ്പുകളും യൂണിറ്റ് പങ്കിടുകയും അതിൻ്റെ സ്ക്രീൻഷോട്ടുകളടക്കം ഇവർ പങ്കുവയ്ക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ പങ്കുവച്ചിരിക്കുന്നതെല്ലാം തന്നെ അടിസ്ഥാനരഹിതമാണ് എന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. സൊമാലിലാൻഡിന്റെ ദീർഘകാല രാഷ്ട്രീയ പദവി കണക്കിലെടുക്കുമ്പോൾ ഈ വിശദീകരണത്തിന് വലിയ പ്രാധാന്യമാണ് ഉള്ളത്. സൊമാലിയൻ ആഭ്യന്തര യുദ്ധത്തെ തുടർന്നുകൊണ്ട് 1991 മെയ് 18 ഈ പ്രദേശം അല്ലെങ്കിൽ ഇത്തരം സൊമാലി ലാൻഡ് എന്ന് പറയുന്ന പ്രദേശമാകട്ടെ അവിടെ നിന്നും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ഒരു രാഷ്ട്രമാണ്. എന്നാൽ 2025 ഡിസംബർ 26 സൊമാലിലാൻഡിനെ ഒരു പരമാധികാര രാഷ്ട്രമായി തന്നെ ഔദ്യോഗികമായി തന്നെ അംഗീകരിച്ചത് ഇസ്രയേലാണ്. എന്നാൽ ഇസ്രയേൽ ഒഴികെ മറ്റ് അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു രാജ്യം പോലും ഇവരെ മറ്റൊരു രാഷ്ട്രമായി തന്നെ അംഗീകരിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത. വിശാലമായ അന്താരാഷ്ട്ര ചർച്ചകൾക്കിടയിൽ പോലും അംഗീകാരത്തിന് പകരമായി തന്നെ ഇസ്രായേലി സൈനിക സൗകര്യങ്ങൾ ഒരുക്കുവാനോ ഗാസയിൽ നിന്ന് കുടിയേറി പാർക്കപ്പെട്ട പാലസ്തീനികളെ പുനരധിവസിപ്പിക്കുവാനോ സമ്മതിച്ചുവെന്ന ആരോപണങ്ങൾ സൊമാലിലാൻഡ് അടക്കം തള്ളിക്കളയുകയും ചെയ്തു. സൊമാലിലാൻഡിനെ സ്വതന്ത്ര രാഷ്ട്രമായി തന്നെ ഇസ്രായേൽ അംഗീകരിക്കുകയാണ് ഉണ്ടായത്. ഈ ആഴ്ച ആദ്യം തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണ്. അദ്ദേഹമാണ് സൊമാലിലാൻഡിനെ മറ്റൊരു രാഷ്ട്രമായി തന്നെ സ്ഥിരീകരിച്ചത്. കരാറിൽ പങ്കെടുക്കാൻ തയ്യാറുള്ള ഒരു ജനാധിപത്യ മിതവാദി രാജ്യത്തെ ഇസ്രായേൽ പിന്തുണയ്ക്കാൻ ആഗ്രഹിക്കുന്നതായും ഇവർ വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല പരസ്പര അംഗീകാരം പ്രഖ്യാപനത്തിൽ ഇസ്രായേലിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മറ്റ് വിദേശകാര്യ മന്ത്രിയായ ഗിഡിയൻ സാർ എന്ന വ്യക്തിയടക്കം ഇതിൽ ഒപ്പുവയ്ക്കുകയും സൊമാലിലാൻഡ് പ്രസിഡന്റ് അടക്കം ഈ ഒരു കരാറിൽ ഒപ്പുവയ്ക്കുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ മറ്റു രീതിയിലേക്കുള്ള കരാറുകളടക്കം ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടതായും വാർത്തകൾ സൂചിപ്പിക്കുന്നു. മാത്രമല്ല ഇതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യാജ വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ ഇന്ത്യ തന്നെ പ്രതികരിച്ചുകൊണ്ട് അവർ രംഗത്ത് വരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.